വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മളെ ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പം ഓൾറെഡി സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആമി എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ആമിക്ക് എല്ലാ ദിവസവും ചോറ് കൊണ്ടുപോകുന്ന വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതുതന്നെ ആയിരിക്കും കൊണ്ടുപോവുക, ലഞ്ചിനും അതുതന്നെ ആയിരിക്കും കേട്ടോ ആൾ കഴിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഡ്ഡലിയും അതേപോലെ സാമ്പാറുമാണ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിയുമ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. സാമ്പാർ കുറച്ച് ഒരു സ്വീറ്റായിട്ടുള്ളതാണ്, ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതല്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി പിന്നെ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ നോർമൽ ഇഡ്ഡലി പിന്നെ സാമ്പാറും. പിന്നെ ഇതേപോലെ ചോറ് കൊണ്ടുവന്ന ദിവസമുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ മോരുകറി, അതുപോലെ പയറ് തോരൻ, പിന്നെ ഇത് തുറമാങ്ങ എന്നിട്ട് ഇവിടെ പറയാം, വേറെ സ്ഥലങ്ങളിൽ എന്താ പറയാൻ അറിയില്ല. മാങ്ങ വെച്ചിട്ട് അച്ചാറിന് പകരമായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. ഇത് തറവാട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കിയിട്ട് ആമയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആമ ഇപ്പം മിക്ക ദിവസവും ചോറിന് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ്. നെയ്പ്പത്തിലും ചിക്കൻ കറിയും അതുപോലെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് കുറച്ച് തരിയുള്ള പുട്ടുപൊടി പോലത്തെയോ അങ്ങനത്തെ പൊടിയും കുറച്ച് നമ്മൾ നോർമൽ പത്തിരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചെറിയുള്ളിയും തേങ്ങയും ജീരകമൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മൾ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ അധികം ഗ്രേവി ഇല്ലാത്ത ചിക്കൻ കറി കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്, സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടുമാണ് ചില ദിവസങ്ങളിൽ കൊണ്ടുപോകാറുള്ളത് കേട്ടോ. മോളധികം ഇതേപോലെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. മിക്കപ്പോഴും ഇഷ്ടം പയറുതോരനും അതുപോലെ ബീറ്റ്റൂട്ടൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെപ്പോഴും പയറുണ്ടാകുന്നതുകൊണ്ട് അവൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പയറും ചീരയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം തലേ ദിവസം തന്നെ പറയും നാളെ എന്താ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഈസിയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ ചിലപ്പോൾ അവർക്ക് ഇഷ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്കിങ്ങനെ ഒരുപാട് മെനു ഒന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എന്നും ചോറും ഉപ്പേരിയും അങ്ങനെയുള്ളൊരു മെനു ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം കുട്ടികളെപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് പറയും, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെയാണ് കഴിക്കുക, അങ്ങനെയാണല്ലോ. പിന്നെ ഇവിടെ ആമയ്ക്ക് അങ്ങനെ ഫ്രൈഡ് റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ, അങ്ങനെ എപ്പോഴും കൊണ്ടുപോകാറില്ല. എപ്പോഴും ഇതേപോലെ സ്നാക്സ് പോലത്തെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറും അങ്ങനെ മിക്സ് ചെയ്തിട്ട് എപ്പോഴും കൊണ്ടുപോകാറുള്ളത്. പിന്നെ വല്ലപ്പോഴും വേറെ എന്തെങ്കിലും മക്രോണി അങ്ങനെയുള്ളതും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളരിയിൽ തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തൈര് കഴിക്കുന്നത് നല്ലതാണ്, അപ്പോൾ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് നമ്മളുടെ തുറമാങ്ങ എപ്പോഴും വരാറുണ്ട്, അത് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്, അപ്പോൾ അതും കഴിക്കാറുണ്ട്. അത് സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കൊണ്ടുപോകുന്നത് കേട്ടോ. ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവരെല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വലിയ പീസ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ഇതാ മൾട്ടിഗ്രെയിൻ്റെ ടോട്ടില റാപ്പ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കുക, അത് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഇതേപോലത്തെ സാൻഡ്വിച്ചിൻ്റെ സോസ് ഉപയോഗിക്കുക, പിന്നെ അല്ലാത്ത ഗാർലിക്കിൻ്റെ ഉണ്ട്, റോസ്റ്റഡ് ഗാർലിക്കിൻ്റെ ഈ ഒരു സോസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനായിട്ട് എടുക്കാറുള്ളത്, ബോൺലെസ് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുക. എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് ജസ്റ്റ് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ, ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ പെപ്പർ അതുപോലെ അധികം സ്പൈസസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് അതിന് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതിൽ പെപ്പറും മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളത്.
പിന്നെ ബട്ടറിലാണത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിക്കന് ഒരുപാട് ഡ്രൈ ആക്കണ്ട കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കിന് ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ റാപ്പിന് ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോകുക. അത് ഒരു 6 to 10 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഹാഫ് കുക്കായിട്ട് വന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓവർ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഹാർഡായി പോവും. ഇനി ഇതിലേക്ക് നമ്മളിതാ ഈ റോസ്റ്റഡ് ഗാർലിക് പേസ്റ്റ് ആക്കി കൊടുക്കുക. അതുപോലെ വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അത്രയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ ഇതാ ഈ വീബേൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സാൻഡ്വിച്ച് സോസാണ് കേട്ടോ, സ്പ്രെഡ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ കുറച്ചാണ് വെക്കുന്നത്. ശരിക്കും നന്നായിട്ട് ഫില്ല് ചെയ്താൽ ഹെവി ആയിട്ട് തന്നെ കഴിക്കാനുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 റാപ്പ് കൊടുത്തേക്കാറുണ്ട്. ശരിക്കും ഇതിൽ കുറച്ച് സാധനങ്ങളാണ് വെജിറ്റബിൾസൊക്കെ വെക്കുന്നത്. അപ്പോൾ വിശപ്പ് മാറില്ലെങ്കിലോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പം അവർക്കും വിശപ്പ് മാറാതാവണ്ട വിചാരിച്ചിട്ട് ഞാൻ 2 റാപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, കൊടുത്തയക്കാറുണ്ട്. ഇനി അതേപോലെ എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു റെസിപ്പിയാണ് കേട്ടോ, വേറൊരു ലഞ്ച് ബോക്സ് ഐഡിയ എന്താ വെച്ചാൽ പാസ്തയിൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ് സോസിലും ചെയ്യാം അല്ലെങ്കിൽ വൈറ്റ് സോസിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ വൈറ്റ് സോസിലാണ് ചെയ്യുന്നത്. വൈറ്റാണ് ഇവിടെ കുറച്ചുകൂടെ ഇഷ്ടം, നമുക്ക് ക്രീമി ആയിട്ട്, കുറച്ചൊരു വൈറ്റിൽ ക്രീമി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോകരുത്, നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണേ കേട്ടോ. രാവിലെ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഗാർലിക്ക് ഒന്ന് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. എന്തെങ്കിലും ക്യാരറ്റോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ളവർക്ക് മഷ്റൂമൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗാർലിക്ക് മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തേനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ അമൂലിൻ്റെ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ഈ ഗാർലിക്കൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്കനും ഇതേപോലെ ഒരു കുറച്ച് ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ ഒന്നും മിക്സ് ചെയ്യാതെ ജസ്റ്റ് ക്രീമി മാത്രമാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പെപ്പറും ആഡ് ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. ഉപ്പ് ഇട്ട് അതിൽ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ പീസ് ചീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് സോസേജാണ് കേട്ടോ കൊടുക്കുന്നത്. സോസേജ് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആമിക്ക് അവളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാറുള്ളത്. അപ്പോൾ ഇനി പുതിയ കുറേ നല്ല റെസിപ്പിയും അതേപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.